പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്
നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ ഇന്ന് എടുക്കുന്നതേ മർക്കോസിന്റെ സുവിശേഷം 16:15. അവൻ അവരോട് പറഞ്ഞു, ഈ പുനരുദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ചെകുത്താനെ സഭയിൽ പ്രവേശിച്ച ഒരു വാതിലാണത്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചില പ്രൊഫസർമാർ പറയും, ഇത് മാർക്കോസിൻ്റെ സുവിശേഷമല്ല, ഇത് ശിഷ്യന്മാരാരാണ്ട് പിന്നീട് 16-ാം അധ്യായം എഴുതി ചേർത്തതാണെന്ന്. അന്ന് അവിടെ വെച്ച് ഈ പ്രൊഫസറുമായിട്ട് വാഗ്വാദം ഉണ്ടാകും. വാഗ്വാദം എന്ന് പറയുന്നത്, എൻ്റെ വിഷയം എന്ന് പറയുന്നത്, സാത്താൻ സഭയിൽ കയറണത് ഇവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം അതിനൊരു വിഷയം എന്ന് വെച്ചാൽ, ഇത് വലിയ പ്രബുദ്ധതയാണ്, ഏറ്റവും അപ്ഡേഷനുള്ള ദൈവശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് സ്വന്തം അംഗത്വം ആഘോഷിക്കാൻ കൊള്ളാമെന്നല്ലാതെ സഭയ്ക്ക് ആ കണ്ടുപിടുത്തം കൊണ്ട്, ആ നരകം പിടിച്ച കണ്ടുപിടുത്തം കൊണ്ട് സഭയ്ക്ക് ഒരു പ്രയോജനമില്ല. എന്താ കാര്യം? ഇവർ ഇതോടുകൂടി സുവിശേഷ വേലയ്ക്ക് എൻ്റെ ഫീസൂരി കളഞ്ഞു. ഇന്ന് നോക്കിയാൽ മതി, ഇന്ന് പല മിഷണറിമാരും പറഞ്ഞത് എന്താണ്, നമ്മൾ മൂല്യങ്ങൾ മാത്രം, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മാത്രം കൈമാറ്റം ചെയ്താൽ മതി, അതാണ് സുവിശേഷം എന്നും പറഞ്ഞ് എന്നാ ചെയ്യും? ക്രിസ്തു പറയാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു മിഷൻ തളരും. മൂല്യം എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും മൂല്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ. നിങ്ങൾക്ക് തോന്നരുത് ക്രിസ്തു ഒരു മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, മൂല്യം തരാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് മനുഷ്യൻ ഇവിടെ മനുഷ്യരാശിക്ക് മൂല്യമൊന്നും ഇല്ലാഞ്ഞിട്ടേ, മൂല്യം ആഡ് ചെയ്യാൻ, വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം നടത്തിയതെന്ന് തോന്നിപ്പോകും. അത് എല്ലാം ഒരു ഫ്ലക്ച്വേഷനാണ്, വിശ്വാസത്തിൻ്റെ ഫ്രസ്ട്രേഷനാണ് അതെല്ലാം. കാര്യം ആര് ഫോർമുലേറ്റ് ചെയ്താലും ആദിമസഭയുടെ പ്രോഡക്റ്റ് അല്ലേ ഇത്. എക്സ് ഓർ വൈ, ഇനി മർക്കോസ് അല്ല ശിഷ്യനാണെന്ന് പറഞ്ഞാലും സഭ കൈയേൽപ്പിച്ചതെന്നാണിത്. അപ്പം എന്താണ്? സഭയുടെ വിശ്വാസമാണത്. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ ഇവരാരാ? അതിൻ്റെ വിഷയം എന്ന് പറയണത് അക്കാഡമിക്കായിട്ടല്ല ഈ വിഷയത്തെ കാണുന്നത്. ഇതിൻ്റെ വിഷയം, ഇതിനൊരു അഭിഷേക തലമുണ്ട്. അതാണ് എൻ്റെ ഇന്ധനം എന്ന് പറയുന്നത്. മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, മൂല്യം ഇല്ലാതെ വന്നിട്ട് മനുഷ്യരാശിക്ക് മൂല്യം ഇല്ലാഞ്ഞിട്ട്, മൂല്യം കൊറിയർ ചെയ്യാൻ വേണ്ടി, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു മനുഷ്യാവതാരം ചെയ്താണെന്ന് പറഞ്ഞാൽ ഈശോനെ റെഡ്യൂസ് ചെയ്ത് കൊച്ചുമ്പോൾ ഒരു വാല്യൂ ആക്കി കളയും. ഈശോ വാല്യൂ അല്ലല്ലോ, രക്ഷാകരമായ വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. ഞാനൊരു മൂല്യമാണെന്ന് ഈശോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈശോ പറയാത്ത കാര്യം ഈശോയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഇവർ കർത്താവിൻ്റെ ദൈവിക പദ്ധതിയുടെ ഫിസൂരണ പിശാചിൻ്റെ പ്രവർത്തനമാണത്. അതിൻ്റെ കാരണത്തിൽ ഞാനിങ്ങനെ പറയാൻ കാരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ മണിമേഖല എന്നറിയാം, നിങ്ങൾക്ക് പഴയൊരു പുസ്തകമാണ്, നമ്മുടെ സംഘകാലത്തെ പുസ്തകമാണ്, കർത്താവിൻ്റെ കാലത്ത് ഇവിടെ എഴുതിയ പുസ്തകമാണ്, ചിലപ്പതികാരവും. ഈ രണ്ട് പുസ്തകത്തിലും പറയണ ഒരു രാജാവുണ്ട്. അയാൾ ചോഴ രാജാവ്. അയാൾ കാവേരിപ്പും പട്ടണത്തിൻ്റെ അധികാരിയായിരുന്നു, ചോഴ സാമ്രാജ്യത്തിന്. ഈ മണിമേഖലയിലും അതുപോലെ തന്നെ ചിലപ്പതികാരത്തിലും പറയുന്ന ഈ ചോഴൻ, പൂകാർ പട്ടണത്തിൻ്റെ ചക്രവർത്തി, അയാളുടെ പേരിലുള്ള കഥയാണ്. ഇതൊരു ദ്രാവിഡ കഥയാണ്. അപ്പോൾ അതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കഴുകൻ ഒരു പ്രാവിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോഴേ ഇയാൾ അതിനെ രക്ഷിക്കും. കാര്യം അഹിംസ എന്നുള്ള ഒരു വലിയ സംഭവം ഇന്ത്യയുടെ ഒരു സംഭാവനയാണ് അഹിംസ. അതിവിടെ കൊണ്ടുവന്ന് ജൈനമതക്കാരാണ്. അപ്പോൾ ഈ പൂകാ ചക്രവർത്തിയുടെ കരികാല ചോഴൻ എന്ന് പറയുന്ന ആള്, അല്ല കരികാല ചോഴനല്ല, ചോഴൻ, പൂകാ ചക്രവർത്തി അദ്ദേഹം ഒരു ജൈനമതക്കാരനാണ്.
അപ്പോൾ ഈ പ്രാവിൻ്റെ ജീവൻ രക്ഷിക്കണം അദ്ദേഹത്തിന്. അപ്പോൾ കഴുകൻ അദ്ദേഹത്തോട് പറയും, ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്, അപ്പം ഇതിനെ നീ മാറ്റിയ ഞാൻ പട്ടിണി കിടന്ന് ചാകും, അപ്പോൾ അതും ഹിംസ അല്ലേ, നീ കാരണമല്ലേ ഞാനും മരിക്കാൻ പോണത്, അപ്പോൾ നിനക്കെന്ത് വേണമെന്ന് ചോദിക്കും. പറയണം എനിക്ക് ഇറച്ചി കിട്ടിയാൽ മതി. അപ്പോൾ ഉടനെ ത്യാഗം സഹിച്ചും സ്വന്തം ആ പ്രാവിൻ്റെ തൂക്കത്തിനോട് അത്രയും രക്തത്തോടുകൂടി ചോരയുടെ കൂടി രക്തം എടുത്ത് മുറിച്ചുവിന് കൊടുക്കും. അത് കഥയാണെന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ അന്നത്തെ കാലത്തുള്ള മൂല്യമാണത്. നമുക്ക് കേൾക്കുമ്പോൾ കഥയാണെന്ന് അറിയാൻ പറ്റും, പക്ഷേ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജൈനമതക്കാർ കൊണ്ടുവന്നൊരു മൂല്യമാണത്. അഹിംസ എന്നുള്ള രീതിയിൽ വളരെ ജ്വലിക്കുന്നൊരു മൂല്യമാണ്. അപ്പം അഹിംസ വരുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒത്തിരി മൂല്യങ്ങളുണ്ടല്ലോ. ത്യാഗമുണ്ട്, ക്ഷമയുണ്ട്, ദയയുണ്ട്. നമ്മൾ പറയുന്ന ബൈബിളിൽ പറയുന്ന എല്ലാ മൂല്യങ്ങളും എല്ലാ വിഷയങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ്. മറ്റ് രാജ്യങ്ങളുണ്ടായില്ലെന്നല്ല, നമ്മൾക്കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വിഷയം? മൂല്യമല്ല വിഷയം, ദ പേഴ്സൺ ജീസസ്, അതാണ് വിഷയം. പിതാവിൻ്റെ, അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവനും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ സ്നാനപ്പെടുത്തുക. എന്താ കാര്യം? ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം അവരെ അഭ്യസിപ്പിക്കുകയും. ഒരു വാല്യൂ കൺവേ ചെയ്യുന്നതിനേക്കാൾ വലിയ വിഷയമാണ് പാപത്തിന് പരിഹാരമായി ഈശോ നേടിയെടുത്ത രക്ഷ ഇതിൽ അവർക്ക് പങ്കാളിത്തം നൽകുക. അതാണ് ബൈബിളിൻ്റെ മൂല്യം. അല്ലാതെ ആ ഒരു സംഭവത്തെ തൊട്ട് കഴിയുമ്പോൾ അത് പിന്നീട് എഴുതി ചേർത്താണെന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്? പണിക്ക് ഈ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള അടവാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിച്ച് റിസർച്ചൊക്കെ ചെയ്ത് അവരവരുടെ ജീവിതകാലം മുഴുവൻ മിഷണറിയാണെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യും. മിഷൻ മേഖലയിലെല്ലാം തളർച്ചയുണ്ട് നമുക്ക്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂല്യമല്ല പ്രശ്നം, കർത്താവായ വ്യക്തിയിലൂടെ സാധിച്ച രക്ഷയാണ് വിഷയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എനിക്കും എൻ്റെ കുടുംബത്തിന് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കിയതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കൃപാസന മാതാവിനും എൻ്റെ ഈശോയ്ക്കും. എൻ്റെ പേര് ഫിൻസി റാഫേൽ. ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ അലീന, രണ്ടാമത്തെ മകൾ. എൻ്റെ ഇടവക അവിട്ടത്തൂർ ചർച്ച് ഹോളി ഫാമിലി. ഞാൻ 2025 ഫെബ്രുവരി 16 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വീട്ടിലൊരു രോഗം വന്നപ്പോഴാണ് ഞാൻ ആദ്യമായി ഉടമ്പടിയിലേക്ക് വരാൻ തീരുമാനിച്ചത്. ഒരുപാട് തവണ കൃപാസന പത്രം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാനിവിടെ ഇരിഞ്ഞാലക്കുടയിൽ തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി ടീച്ചേഴ്സ് എനിക്ക് കൃപാസന പത്രം കൊണ്ട് തന്നിട്ടുണ്ട്. പക്ഷേ വീട്ടിലെ ജോലിയും സ്കൂളിലെ തിരക്കും എല്ലാം കാരണം ഞാൻ ആ പത്രം വീട്ടിൽ കൊണ്ടുവയ്ക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഒരിക്കൽ പോലും അത് തുറന്ന് വായിക്കാനോ ഞാൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ സാധാരണ എല്ലാവരെയും പോലെ ഞാനും പ്രാർത്ഥനയിലും ഞായറാഴ്ച കുർബാനയിലും കുമ്പസാരത്തിലുമൊക്കെ പോയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു തെറ്റായ ധാരണ ഇത് അധികം തിരക്കൊന്നുമില്ലാത്ത ജനങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും ദൂരം വന്ന് പ്രാർത്ഥിക്കാനൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ എല്ലാ വിവരങ്ങളും അറിയുന്ന എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഒരു ഫാദറാണ്. ആ ഫാദറിൻ്റെ അനുജൻ്റെ ഭാര്യ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫാദറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഫിൻസി നീ എൻ്റെ അനുജൻ്റെ ഭാര്യയെ ഒന്ന് കാണണം, നിനക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാനുണ്ട് മാതാവിനെക്കുറിച്ച്. അങ്ങനെ ഫാദറാണ് എന്നെ അനുജത്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഫെബ്രുവരി 15 ആ ചേച്ചി എനിക്ക് കൃപാസന മാതാവിനെക്കുറിച്ചും ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും എല്ലാം വിശദമായി പറഞ്ഞു തന്നു. ആ ഒരൊറ്റ ദിവസത്തെ ഇൻസ്പിറേഷനിൽ അന്ന് തന്നെ തീരുമാനിക്കുകയായിരുന്നു, പിറ്റേ ദിവസം ഇവിടെ വരണം, ഉടമ്പടി എടുക്കണം. അതിരാവിലെ തന്നെ ഞാൻ പുറപ്പെട്ടു എൻ്റെ മൂത്ത മകളുമായിട്ട് ഇവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു പോയി. അതിനുശേഷം മെയ് മാസത്തിലാണ്, അന്ന് ഈ മകള് മുംബൈയിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. മെയ് മാസത്തിലാണ് ഇവള് വന്നിട്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് മാതാവിലുള്ള താല്പര്യം കൊണ്ട് ഇഷ്ടം കൊണ്ടും എൻ്റെ അനുഭവങ്ങൾ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ബേസിൽ അവൾ വന്ന് മെയ് 1 ഉടമ്പടി എടുത്തു. അതിനുശേഷം അവൾ തിരിച്ചു പോയി.
തിരിച്ചു പോയിട്ട് അവൾ പറഞ്ഞു അവളുടെ IT കമ്പനിയിൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവൾക്കൊരു ടെസ്റ്റ് എഴുതണം. അതിൻ്റെ ഫുൾ സ്പോൺസർഷിപ്പും ആ മാനേജ്മെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അവൾ ആ എക്സാം എഴുതി, അവൾ ഫെയിലായി. അത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപായിരുന്നു കേട്ടോ. അത് ഫെയിലായി കഴിഞ്ഞപ്പോൾ അവൾക്ക് വിഷമമായി. കാരണം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നല്ലൊരു എമൗണ്ട് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത് മാനേജ്മെൻറ്റിന് ലോസ് അല്ലേ, അതുകൊണ്ട് അവൾക്ക് വിഷമമായി. അവൾ വന്ന് സങ്കടം പറഞ്ഞു. അമ്മ, ഇനി ഞാൻ എന്നാണ് എക്സാം എഴുതണ്ടേ എന്ന് അവൾ എന്നോട് ചോദിച്ചു. ആ സമയത്ത് അവൾ തിരിച്ച് വീണ്ടും മുംബൈയിലായതുകൊണ്ട് അവൾ ഇടയ്ക്ക് വരാറുണ്ട്. നാട്ടിൽ ഓൺലൈൻ വർക്ക് ഫ്രം ഹോം എടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ 1-ാം തീയതി ഞാൻ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ബലിയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് ഞാനിങ്ങനെ അപേക്ഷിച്ചു, മാതാവേ, എന്നാണ് മകൾക്കൊരു ടെസ്റ്റിന് എഴുതിയിട്ട് ഒരു ഡേറ്റ് എടുക്കണ്ടേ? അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒക്ടോബർ 8 എന്നൊരു ഡേറ്റ് വന്നു. അന്ന് തന്നെ ഞാൻ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മോളോട് പറഞ്ഞു, മോളെ, ഒക്ടോബർ 8 എന്നൊരു ഡേറ്റ് മാതാവ് കാണിച്ചു തരുന്നുണ്ട്, നീ ആ ഡേറ്റിലാണ് എക്സാം എഴുതേണ്ടത്. ഇനി തുടർന്നുണ്ടായത് എൻ്റെ മകൾ പറയും. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ പേര് അലീന. ഞാനിപ്പോൾ മുംബൈയിൽ നിന്ന് മാറി ബാംഗ്ലൂർ IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എക്സാം ഞാൻ ഒരു വട്ടം ഫെയിലായപ്പോൾ പിന്നെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. അമ്മ ഇപ്പോഴും സാക്ഷിയും അച്ഛൻ്റെ ടോക്കൊക്കെ കാണുമ്പോൾ അമ്മ എല്ലാം വന്ന് ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ അമ്മ ത്രൂ ആണ് ഞാൻ കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ എക്സാമിന് അമ്മ ഒക്ടോബർ 8-ാം തീയതി അമ്മയ്ക്ക് ഒരുപാട് പ്രാർത്ഥിച്ച് കിട്ടിയ ഡേറ്റ് ആണല്ലോ. അന്ന് ഞാൻ എക്സാം സ്കെഡ്യൂൾ ചെയ്തു. പക്ഷെ അതിന് ശേഷം അറിയുന്നത് വീട്ടിൽ അമ്മാമ്മ പ്രായമായിട്ടിരിക്കുകയാണ്. അമ്മാമ്മയ്ക്ക് കുമ്പസർപ്പിക്കാനും വിശുദ്ധ കുർബാന കൊടുക്കാനും അച്ഛൻ അന്ന് വരുന്നു. അതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോൾ എനിക്ക് ടെൻഷനായി. വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ, ഒറ്റയ്ക്കായിരിക്കുമല്ലോ അമ്മാമ്മ. അപ്പോൾ എന്താ ചെയ്യാമെന്നുള്ള, കാരണം അന്ന് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് എണീക്കാൻ പറ്റില്ല. ഫുള്ളി പ്രോക്ടേഡ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ടുള്ള സീരിയസ് എക്സാമാണ്. നമുക്ക് എണീക്കാൻ പറ്റില്ല അവിടുന്ന്. അപ്പോൾ എന്തായാലും അമ്മയുടെ അടുത്ത് ഞാൻ മാറ്റിയാലോ എന്നൊരു സജഷൻ വെച്ചെങ്കിൽ അമ്മ പറഞ്ഞു, മാറ്റണ്ട, എല്ലാം ദൈവത്തിൻ്റെ തീരുമാനം പോലെ ആവട്ടെ, ദൈവഹിത അതാണെങ്കിൽ നടക്കട്ടെ, രണ്ടും നമ്മളായിട്ട് തിരഞ്ഞെടുത്തല്ലല്ലോ, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ ഡേറ്റ് അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തു. എക്സാമിൻ്റെ അന്ന് എനിക്ക് റൂമിലെങ്ങും വൈഫൈയോ നെറ്റ് ഒന്നും കിട്ടണുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷനില്ല, ഹാളിൽ തന്നെ ഇരുന്ന് എക്സാം എഴുതണം. അപ്പോൾ ഹാളിലൊരു കോർണറിൽ ഞാൻ എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അച്ഛനെ കാത്തിരുന്ന് വരാണ്ടായി. അച്ഛൻ വരാതായപ്പോൾ അമ്മാമ്മ പോയി എന്ന് കിടന്നു. അപ്പോൾ ഞാൻ എക്സാം ഓണാക്കി വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കണ്ടു അച്ഛൻ്റെ കാറ് വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അമ്മാമ്മയാണെങ്കിൽ അത് അറിഞ്ഞിട്ടില്ല, അമ്മാമ്മ കിടക്കുക തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അച്ഛൻ ഈശോനെ കൊണ്ടാണ് വീട്ടിലേക്ക് വരണത്. ഈശോ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് എണീക്കാതിരിക്കുക? എനിക്കാണെങ്കിൽ എക്സാമിൽ നിന്ന് എണീച്ച് ഞാൻ എക്സാം ക്യാൻസലാവും. വീണ്ടും ഒരുപാട് പൈസയുള്ള കമ്പനി സ്പോൺസറാണ് എക്സാമാണ്. വീണ്ടും ലോസായാൽ നമ്മളതിനൊക്കെ ആൻസർ ചെയ്യണം കമ്പനിയുടെ അടുത്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഞാൻ നോക്കിയപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്, ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കൂടുതലൊന്നും വായിച്ചില്ല, അത് വേഗം ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് വേഗം ചെന്ന് അച്ഛന് സ്തുതി കൊടുത്ത് ഈശോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അച്ഛന് അമ്മാമ്മയുടെ അടുത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ പോയി എക്സാം എഴുതിക്കോ, കണ്ടിന്യൂ ചെയ്തോ എന്നാണ് അച്ഛൻ പ്രാർത്ഥിച്ച് വിട്ടു. അങ്ങനെ ഞാൻ വീണ്ടും ഓരോ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുമ്പോഴും പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പിട്ടിട്ടാണ് എക്സാം തുടങ്ങിയത് തന്നെ. ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് എക്സാം തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഓൾറെഡി 60 ക്വസ്റ്റ്യൻസിൽ 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനെങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് മനസ്സിലായത്, ഞാൻ അറ്റൻഡ് ചെയ്ത 40 ക്വസ്റ്റ്യനും എനിക്കിനി റീവിസിറ്റ് ചെയ്യാൻ പറ്റില്ല, അതിൽ ഫുള്ള് ലോക്കായി. അപ്പോൾ എനിക്കാണെങ്കിൽ ഓൾറെഡി നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ നല്ല പാടായിരുന്നു, ഒന്നും ഞാൻ പഠിച്ചതുപോലെ ഭയങ്കര ട്രിക്കി ആയിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പോൾ എനിക്ക് ഓരോന്ന് ഞാൻ പ്രാർത്ഥിച്ച് ചെയ്യുന്നതുകൊണ്ട് എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് റീവിസിറ്റ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ അതെനിക്കറിയാം, ഞാൻ ഒരെണ്ണം തെറ്റിച്ചാൽ അത് ഫെയിലാവുന്നു. പക്ഷേ ഞാൻ ഓരോന്നും ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അങ്ങനെ എക്സാം എഴുതിയ ഉടനെ തന്നെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് റിസൾട്ട് വരും. അങ്ങനെ എക്സാം കംപ്ലീറ്റ് ആയപ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നോക്കാൻ. പക്ഷെ ഞാനത് പാസ്സായതും ഭയങ്കര ഒരു 3-4 മാർക്കിന് ഞാൻ പാസ്സായത്. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ആ 20 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയെങ്കിൽ വീണ്ടും ഞാൻ ഫെയിലാവുമായിരുന്നു. ഓരോ ക്വസ്റ്റ്യനും എനിക്ക് ശരിക്കും ഉറപ്പുണ്ട്, എൻ്റെ കഴിവുകൊണ്ടോ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല വന്നത്, ഒക്കെ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കൃപ കൊണ്ട് കിട്ടിയതാണ് ഇതൊക്കെ. അങ്ങനെ ആ എക്സാം മൈക്രോസോഫ്റ്റിൻ്റെ ഞാൻ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി. അവിടെ വെച്ച് എനിക്ക് വീണ്ടും ഒരു എക്സാം എടുക്കേണ്ടി വരാണ്. അത് ഡേറ്റ് കിട്ടിയത് ഒക്ടോബർ 25-ാം തീയതി, അഖണ്ഡ ജപമാല നടക്കണം അന്നാണ്. അതും ഒരുപാട് പ്രാർത്ഥിച്ച് രാവിലെ 8 മണിക്ക് ഞാൻ എക്സാം എടുത്തു. അതും ഞാൻ പാസ്സായി. ഒരുപാട് ദൈവാനുഗ്രഹം എനിക്കിങ്ങനെ എന്നെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കണ പോലെ എനിക്ക് തോന്നുന്നു. ഓരോ കാര്യത്തിനും
ഭയങ്കര സപ്പോർട്ടും കൂടെ ഉണ്ടെന്നുള്ള ഭയങ്കര ഒരു വിശ്വാസമൊക്കെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. സാക്ഷ്യം പറയാൻ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യ്, നീ അടുത്ത പ്രാവശ്യം പുതുക്കാൻ വരണവരെ നീ വെയിറ്റ് ചെയ്യ്, അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞ് സിസ്റ്റർ എന്നെ പറഞ്ഞു. അത് ആക്ച്വലി നല്ലതാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഞാൻ നിയോഗത്തിൽ വെച്ച ഒരു നിയോഗം ഉണ്ടായിരുന്നു, എനിക്ക് ജോലി മാറണതിനെ പറ്റി. ഇപ്പോൾ എനിക്ക് ഫെബ്രുവരി മാസം 27 വേറൊരു ബിഗ് 4 കമ്പനിയിൽ നിന്ന് തന്നെ ഒരു ഓഫർ ലെറ്റർ വന്നു. ഇപ്പോൾ ഞാൻ നോട്ടീസ് പീരീഡിലാണ്. ഇതൊക്കെ എനിക്ക് ഒന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, ഒക്കെ ദൈവകൃപ കൊണ്ട് കിട്ടിയതായിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതാണ് എൻ്റെ അനുഭവം. എനിക്ക് എന്നെ ഈ അനുഭവം പറയാൻ ഇവിടെ നിർത്തിയതിൽ എനിക്ക് അവസരം തന്നതിലൊക്കെ ഈശോനോടും മാതാവിനോടൊക്കെ ഒരുപാട് നന്ദി. ഒരുപാട് ഇഷ്ടമുണ്ട്, പ്രാർത്ഥിക്കാനും ഭയങ്കര ഇഷ്ടമുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് ഒരു വിഹിതം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ട്, അവർക്ക് കൊടുക്കുമായിരുന്നു. തുടർന്നും എൻ്റെ സാലറിയുടെ ഒരു വിഹിതം കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഡെയിലി ബ്രെഡൊക്കെ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും. പിന്നെ ഞാൻ പേപ്പർ മേടിച്ചത് ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് കന്നഡ ആണ് ഞാൻ 2 കെട്ട് മേടിച്ചത്. അതൊക്കെ ഞാൻ നടന്നു കൊടുത്തു. എനിക്ക് ഒരു അനുഭവം കൂടി പറയാനുള്ളത്, ഒക്ടോബർ മാസത്തിലെ ജപമാല റാലിക്ക് ആദ്യമായിട്ട് ഇപ്പോൾ ഫെബ്രുവരി 2025 ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പം ഈ അഖണ്ഡ ജപമാല റാലിയെ പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഒരുങ്ങി അതിന് വേണ്ടി ഉപവാസം എടുത്ത് നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു ആ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 24-ാം തീയതി ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിൽ വെച്ച് ഞാനൊരു ചേച്ചിയെ കണ്ടു. ആ ചേച്ചി ഇരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 1000 മണി കൊന്തയാണ്. അപ്പോൾ ആ കൊന്ത കണ്ടപ്പോൾ ഞാൻ ആ ചേച്ചിയോട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നല്ല ഭംഗിയുള്ള ക്രിസ്റ്റലിൻ്റെ കൊന്ത. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാനിങ്ങനെ ഓൺലൈനിൽ വരുത്തിയതാണ്, ഞാനും ഉടമ്പടിയിലാണ്, കൃപാസന റാലിക്ക് ഞാനും പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചു മനസ്സിൽ, നല്ല കൊന്തയാണല്ലോ, എനിക്കും മേടിക്കണം അങ്ങനത്തെ ഒരു കൊന്ത. അന്ന് രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പെട്ടെന്ന് ക്ഷീണം കൊണ്ട് ഒന്നും മയങ്ങിയപ്പോൾ ഞാൻ കാണുന്നത് ഒരു കൊന്ത എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വരുന്നത് ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ, മാതാവേ എനിക്ക് എന്താണ് ഒരു കൊന്ത കിട്ടുന്നുണ്ടല്ലോ എന്നിങ്ങനെ ജസ്റ്റ് വിചാരിച്ചു, അത്രയും മാത്രം. പിറ്റേ ദിവസം അന്ന് 24-ാം തീയതി രാത്രി 11:30-ക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് റാലിക്ക് ഇറങ്ങണേ. അത് ഞങ്ങൾ ഒരുമിച്ച് റാലിക്ക് വന്ന് ഇവിടെ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഇറങ്ങുമ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഇറങ്ങുന്നുണ്ടായിരുന്നേ. സീറ്റിൻ്റെ കുഷ്യനിൽ പെട്ടിട്ട് എൻ്റെ കൊന്തയുടെ കുളത്ത് പൊട്ടി, എൻ്റെ കയ്യിലുണ്ടായ കൊന്ത പൊട്ടി. ഞാനിപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു. മാതാവി, ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണോ എൻ്റെ ഈ കൊന്ത പൊട്ടിപ്പോയി? ഞാനിങ്ങനെ വിഷമിച്ച് എൻ്റെ കാലെടുത്ത് ഞാൻ മണ്ണിലേക്ക് വെക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഇവിടെ കൊന്തയും മറ്റ് സാധനങ്ങൾ വിൽക്കുന്ന കടയാണ്. അപ്പോൾ ഞാൻ ആ കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ പയ്യൻ്റെ അടുത്ത് എനിക്കൊരു കൊന്ത വേണമെന്ന് പറഞ്ഞു. അവൻ ആ കൊന്തകളിങ്ങനെ കാണിച്ചപ്പോൾ ഞാനിങ്ങനെ മേലെ കിടക്കുന്ന ഒരു കൊന്ത, ആ കൊന്ത കണ്ട് ഞാൻ വേഗം എനിക്ക് ആ കൊന്ത മതി എന്ന് പറഞ്ഞ് ഞാൻ ആ കൊന്ത മേടിക്കുമ്പോൾ ഞാൻ ആലോചിക്കണത് ഇന്നലെ ഞാൻ കണ്ട സീനാണല്ലോ മാതാവേ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഈ കൊന്ത, ഇതിപ്പോൾ ഫുൾ വെള്ള കളറായി. അന്ന് അത് ശരിക്കും ഒരു ഉടമ്പടി പുസ്തകത്തിൻ്റെ കളറും വിമല ഹൃദയത്തിൻ്റെ മാതാവായിട്ടുള്ള ഒരു കൊന്തയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ കൊന്തയും കൊണ്ടാണ് അന്നത്തെ ഉടമ്പടിക്ക് നമ്മുടെ ജപമാല റാലിക്ക് ഞാൻ പോയത്. ആ റാലി മുഴുവൻ പങ്കെടുത്തു. എനിക്ക് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഒരു സെക്കൻഡ് ഇടയ്ക്ക് എനിക്കിങ്ങനെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വീട്ടിൽ ഞാൻ അടുക്കള പണി എടുക്കുന്നിടത്ത്, പള്ളിയിലേക്ക് പോകുന്നിടത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ഒരാൾക്കൊരു ഫോൺ ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പോൾ ഒരു രോഗിയായിട്ട് കിടക്കുന്ന രോഗിയായിട്ട് വ്യക്തിക്ക് ഞാൻ ജോലിക്ക് എനിക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ടായിരിക്കും മാതാവ് ആ സമയം എടുത്ത് ഞാൻ വിളിക്കുന്നത് കൊണ്ടാവും എനിക്ക് അപ്പൊക്കെ എൻ്റെ ചുറ്റിലും ആ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം അതിപ്പോഴും ഇന്നും എനിക്ക് കിട്ടുന്നുണ്ട് ഇടയ്ക്ക്. അത് വളരെ ഒരു ചെറിയൊരു സെക്കൻഡ് മാത്രം. അങ്ങനെ ഞാൻ അർത്തുങ്കൽ പള്ളിയിലെത്തി. അന്ന് പള്ളിയിൽ വരുന്നത്, ഈ റാലിക്ക് വരുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അർത്തുങ്കൽ പള്ളിയിൽ എത്തി ആ നടക്ക് എത്തിയപ്പോഴും എനിക്ക് മണം വന്നു. അത് കഴിഞ്ഞ് എൻ്റെ റാലിയുടെ കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ മെസ്സേജ് നോക്കുമ്പോഴാണ് അപ്പോൾ ഇവളുടെ ഒരു എക്സാം പാസ്സായി എന്നുള്ളൊരു മെസ്സേജ് ഞാൻ കണ്ടത്. അങ്ങനെ ഒത്തിരി അധികം നന്മകൾ. അതുപോലെ ഞാൻ പറഞ്ഞു, വീട്ടിൽ അമ്മ വയ്യാതിരിക്കുക, ആ അമ്മയ്ക്ക് ഈ വെള്ളം ചൂടാക്കി കുളിക്കാൻ വേണ്ടി തിളച്ച വെള്ളമാണ്. അത് ഞാനിങ്ങനെ ഇറക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിലേക്കും കാലിലേക്കും ആ വെള്ളം വീണ് എൻ്റെ കാലൊക്കെ പൊള്ളി. അപ്പോൾ ഞാനിങ്ങനെ വേഗം പോയി പൈപ്പിൻ്റെ താഴെ ഫ്ലോയിങ് വാട്ടറിൻ്റെ അടിയിൽ കാല് വെച്ചു. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ ഇതൊക്കെ ചെയ്യണേ, എൻ്റെ അടുത്ത് തൈലം ഉണ്ടല്ലോ. ഞാൻ വേഗം തന്നെ എടുത്ത തൈലം 2 നേരം അപ്ലൈ ചെയ്തുള്ളൂ. ഒരു പാടോ വീർക്കയോ ഒന്നും ഉണ്ടായില്ല. ആ തിളച്ച വെള്ളം വീണിട്ട് ഒന്നും സംഭവിച്ചില്ല. അതുപോലെ അമ്മയ്ക്കും വയസ്സായതാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് വയ്യായ്ക വരും, പനി ചുമയൊക്കെ വരുമ്പോൾ ഭയങ്കര ശക്തിയായിട്ടുള്ള ചുമ വരും, യൂറിൻ പാസ്സാവും, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അമ്മയ്ക്ക്. പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ വല്ലാതെ ചുമയ്ക്കാൻ കണ്ടപ്പോൾ മരുന്നൊന്നും കൊടുത്തിട്ട് മാറുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആകെ
മുഷിഞ്ഞിരിക്കുകയാണ്, യൂറിനൊക്കെ പോയി കുളിപ്പിച്ച് തലമേലൊക്കെ നന്നായി കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിനെ വിളിച്ചിട്ടുണ്ട്, നീ എൻ്റെ കൂടെ ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ തലയിൽ തൈലം അങ്ങോട്ട് പുരട്ടി, ഒരു 3 ഡ്രോപ്പ് തൈലെടുത്ത് പുരട്ടി. അത്ഭുതമായിട്ട് പറയാമല്ലോ, അമ്മയുടെ ചുമ അതോടെ മാറി. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ വീട്ടിലിപ്പോൾ ഡെയിലി ഉപ്പ് അല്പം ആ കറിയിലായാലും ചോറിലായാലും ഒരു പിഞ്ച് ഞാൻ ഉപയോഗിക്കും. കുട്ടികൾക്കൊക്കെ തേൻ കൊടുക്കും, മക്കളും എക്സാമിന് പോകുമ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ. അതുപോലെ ഡെയിലി മോർണിംഗിൽ ഡെയിലി ബ്രെഡ് രാവിലെ. അപ്പോൾ വൈകിട്ട് എന്തായാലും എല്ലാ പണികളും കഴിയുമ്പോൾ 9:30-10 മണിയാവും. അപ്പോൾ ആ സമയത്ത് ക്ഷീണാവും, പ്രാർത്ഥന അച്ഛൻ പറഞ്ഞ പോലെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എന്താ ചെയ്യാൻ പറ്റുക മാതാവിൻ്റെ അടുത്തായിരിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ കണ്ടെത്തിയ സമയം നേരത്തെ എണീക്കുക. 5 മണി എന്നുള്ളത് 3:30 ആക്കി. 3:30 എണീക്കും. എണീറ്റ ഉടനെ ജപമാല, ഡെയിലി ബ്രെഡ് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചൊല്ലും, ബൈബിൾ വായിക്കും. അത് കഴിഞ്ഞ് കിച്ചണിൽ പോവും. അത് കഴിഞ്ഞ് വീണ്ടും 5:30 അച്ഛൻ്റെ ഓൺലൈൻ ഡെയിലി ബ്രെഡിൽ ഞാനും ഹസ്ബൻഡും അമ്മയും എല്ലാവരും വീട്ടിലുള്ള ഞങ്ങൾ 3 പേര് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് തയ്യലെടുത്ത് മക്കളുടെയും അമ്മയുടെയൊക്കെ നെറ്റിയിൽ ചാർത്തി കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള പണികൾ തുടങ്ങുള്ളൂ. അതുപോലെ വൈകിട്ടും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മളുടെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് എല്ലാ കുടുംബ പ്രാർത്ഥനയിലും അറ്റൻഡ് ചെയ്യണ മക്കൾക്കൊക്കെയും തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ആ പൂർണ്ണ സംരക്ഷണം നേടിക്കൊണ്ടാണ് ഞാൻ എൻ്റെ അന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നത്. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചയും അന്ന് തൊട്ട് ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും പങ്കുകൊള്ളും. ഡെയിലി ബ്രെഡ് ഞാൻ ഡെയിലി സ്റ്റാറ്റസ് ഇടും, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. സാക്ഷ്യങ്ങൾ ഡെയിലി കിച്ചണിൽ നിൽക്കുന്ന ആ ഫുൾ ടൈം, വൈകിട്ടും രാവിലെയും കിച്ചണിലാണല്ലോ, ആ ഫുൾ ടൈം സാക്ഷിയാണ്. അതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും. അതിൽ ആർക്കും തോന്നിയത് നല്ലത് തോന്നുന്നു അത് അവർക്ക് അയച്ചു കൊടുക്കും. അതുപോലെ ഉപവാസം, അതിപ്പം അച്ഛൻ ഒരു ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ നമ്മൾ ഒരു ദിവസം കൂടി എക്സ്ട്രാ നമ്മളുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് കാരുണ്യ പ്രവൃത്തികൾ അധികം അങ്ങനെ അങ്ങോട്ട് പോയി ചെയ്യണം. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ നമ്മുടെ മറ്റുള്ള ആലയങ്ങളിൽ പോവും. നമ്മുടെ ശമ്പളത്തിൽ ചെറിയൊരു ശമ്പളമാണ്, അതിൽ നിന്ന് ഒരു ഓഹരി അവർക്ക് കൊടുക്കും. അതുപോലെ നമ്മളുടെ ഇടയിലുള്ള സ്റ്റാഫുകൾ വയ്യാതെ കിടക്കുന്നുണ്ട്, അവരുടെയൊക്കെ വീടുകളിൽ പോയി അവർക്ക് എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് മാതാവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് അങ്ങനെ 1-2 പേര് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഒരു വിഹിതം നമ്മൾ എല്ലായ്പ്പോഴും അവർക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തു വരുന്നു. ഇനിയും ഒരുപാട് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഇനിയും വരും. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഇനിയും വന്ന് ഇവിടെ സാക്ഷ്യം പറയും. എല്ലാ നന്മകൾക്കും, അമ്മ തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും എന്നും ഉടമ്പടിയിലായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, എല്ലാം നന്ദി. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വചനം പറയുന്ന പോലെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ്. ഈ മകൾക്ക് സാധ്യമായ കാര്യം ആണ് തോന്നിയില്ല. കാരണം വെച്ചാൽ മോള് 20 ക്വസ്റ്റ്യൻസാണ് ലെഫ്റ്റ് ചെയ്തത്. അത് വീണ്ടും എഴുതിയപ്പോൾ അതിനകത്ത് ഒരു മാർക്ക് മിസ്സായതെങ്കിൽ മോള് റിസൾട്ട് കിട്ടില്ലായിരുന്നു, നല്ലൊരു റിസൾട്ട് കിട്ടില്ലായിരുന്നു. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് കൂടെയുള്ളത്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഈ മകൾക്ക് മൈക്രോസോഫ്റ്റ് എക്സാമിൽ 2 എക്സാമിൽ നല്ല റിസൾട്ട് നൽകി ഈ മകൾക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഈ മകൾക്കൊരു നല്ല ജോലിയുമാണ് നൽകിയത്. കൂടെയുള്ള കർത്താവ്, മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 5-ാം വചനം പറയുന്നത് നമ്മുടെ ഓരോ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് അശ്വർ ക്ലൗഡ് അനലിസ്റ്റായിട്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നത്. അതും ഈശോയുടെ ഒരു വലിയ കൃപയാണ്, വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടെയുള്ളപ്പോൾ നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കുമെന്ന ഒരു ഉടമ്പടി വാഗ്ദാനമാണ് നമ്മുടെ ഒപ്പമുള്ളത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും, നിൻ്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക. നിൻ്റെ പദ്ധതികൾ ഫലമണിയുമെന്ന സുഭാഷിതം പറയുന്നത്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഫലം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃപാസനത്തിൽ നാം ഓരോരുത്തരും വരുമ്പോൾ കൂടെ നാം ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ധൈര്യം നൽകുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ ദൈവാനുഭവത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഫ്രണ്ട്സിക്കും അലീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. വാസനാൽത്തരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ എനിക്കും എൻ്റെ മോൾക്കും അവസരം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആദ്യം ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ കൃപാസനത്തിൽ 2016 മുതൽ ഞാൻ കൃപാസനത്തിൽ വരുന്നയാളാണ്.
എൻ്റെ പേര് പ്രമീള. ഇടുക്കിയിൽ രാജാക്കാട് നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇതെൻ്റെ മകൾ സേതുലക്ഷ്മി. കല്യാണം കഴിഞ്ഞ് 2.5 വർഷമായിട്ടും എനിക്ക് കുട്ടികളുണ്ടായില്ല. ഞാൻ എൻ്റെ അമ്മയോട് കരഞ്ഞ് ചോദിച്ചിട്ടാണ് ഈ മോളെ എനിക്ക് തന്നത്. എനിക്ക് 2 പെൺമക്കളാണ്. ഇത് സേതുലക്ഷ്മി, അമ്മ മാതാവ് അനുഗ്രഹിച്ച് തന്ന മോളാണ്. ഈ മോൾക്ക് 6 വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ നിരന്തരം ഉണ്ടാകുമായിരുന്നു. അമൃതയിലൊക്കെ 1 മാസക്കാലം ഞങ്ങൾ അഡ്മിറ്റായിട്ടുണ്ട്. ഇവൾക്ക് എത്ര ആൻറ്റിബയോട്ടിക്സ് എടുത്തെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അത്ര എണ്ണമറ്റ ആൻറ്റിബയോട്ടിക്സ് എല്ലാ മാസവും എടുത്തുകൊണ്ടേയിരുന്നു. ഞാൻ 2023 അമ്മയ്ക്ക് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അതിനുശേഷം അങ്ങനെ അഡ്മിറ്റ് ആകുന്നില്ലെങ്കിലും മോൾക്ക് കൂടെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി. അതിനിടയ്ക്ക് മോള് കല്യാണം കഴിഞ്ഞു. എന്നിട്ടും മോൾക്ക് പിന്നീടും ഇത് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ആദ്യമായിട്ട് അമ്മയോട് ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് കൃപാസനത്തിൽ പോയി അമ്മയോടൊന്ന് പറഞ്ഞു നോക്കാം. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, അമ്മയ്ക്ക് മാത്രം നിന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പം മോള് ദുബായിലാണ്. അപ്പം മോൾ അവിടെ നിന്ന് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മോൾക്ക് ഒരിക്കലും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മയോട് ഈ ജന്മം മുഴുവനും ഞാനും എൻ്റെ മോളും കടപ്പെട്ടിരിക്കുന്നു. പിന്നീട് മോൾ ഇപ്പം സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ വന്നതാണ്. അതിനു മുമ്പ് മോൾക്ക് ബ്രസ്റ്റിൽ 2 തടിപ്പുകൾ കാണാൻ ഇടയായി. അപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടമ്പടിയിലെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ സാരമില്ല മോളെ, അത് അമ്മ നോക്കിക്കോളും എന്ന് ഞാൻ പറഞ്ഞ് മോള് തൈലമൊക്കെ തൂക്കുന്നുണ്ട്. എന്നാലും സ്കാൻ ചെയ്തപ്പോൾ 2 തടിപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്, പക്ഷേ അത് നമുക്ക് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ബയോപ്സി എന്ന് പറഞ്ഞപ്പോൾ തന്നെ തകർന്നു പോയി ഞങ്ങൾ. ആ ഒരു സമയത്തെ പ്രാർത്ഥനയും ജീവിതവും ഒരാഴ്ചക്കാലം ഞങ്ങൾ അനുഭവിച്ചത്, ആ ഒരു സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു അനുഭവം അത് ഞാൻ അതിൽ നിന്ന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കാരണം ആ സമയം മുഴുവനും നമ്മൾ ദൈവത്തിലായിരിക്കും. നമ്മൾ ചുമ്മാ ഫോൺ കോളുകൾ, വീട്ടിലെ മറ്റു കാര്യങ്ങളിലെല്ലാം ഒരുപാട് ശ്രദ്ധിച്ചു പോകുന്നൊരു സമയം. പക്ഷേ ഈ ഒരു അനുഭവം ദൈവത്തിലേക്ക് പൂർണ്ണമായും അർപ്പിക്കാനുള്ള ഒരു അവസരമായി. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കും. ഞാനും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ മോളുടെ ഈ ഒരു അനുഭവം, ബയോപ്സി റിസൾട്ട് യേശു അമ്മയും നെഗറ്റീവാക്കി തന്നു. അങ്ങനെയും എൻ്റെ കുടുംബത്തിലേക്കൊരു വലിയ അനുഗ്രഹവർഷം അമ്മ ഒഴുക്കി. അതിനുശേഷം ഞാൻ എപ്പോഴും, അല്ലെങ്കിൽ അതിനു മുമ്പ് തൊട്ടും ഞങ്ങൾ ജപമാല ചൊല്ലുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരിക്കൽ പോലും വചനം വായിക്കാതിരിക്കില്ല. രാവിലെ 5:30 എഴുന്നേറ്റ്, എത്ര ഉറക്കത്തിലായാലും ഞാൻ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷീകരണം ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് 7ാമത്തെ വർഷമാണ്. വൈകുന്നേരങ്ങളിലും സായാഹ്ന പ്രാർത്ഥനയും ചെയ്യും, ബൈബിളും വായിക്കും. എപ്പോഴും സമയങ്ങളിൽ മറ്റ് TV കാണുക അങ്ങനെയൊന്നും എനിക്കിപ്പോൾ പറ്റുന്നില്ല. ഞാൻ പൂർണ്ണമായി ഒരു ശകല സമയം കിട്ടിയാൽ ഞാൻ അപ്പോൾ തന്നെ ജപമാല കയ്യിലെടുക്കും. ഞാനൊരു ടീച്ചറാണ്. ഞാൻ ക്ലാസ് ടൈമിലാണെങ്കിൽ പോലും നോട്ട് കൊടുത്തിട്ട് എപ്പോഴും ക്ലാസ്സിലൂടെ ജപമാല ചൊല്ലുന്ന ഒരാളാണ്. പക്ഷേ ഉടമ്പടി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാനുള്ളതല്ല ഉടമ്പടി, പ്രവർത്തിക്കാനുള്ളതാണെന്ന്. ഞാൻ ഫിസിക്കലി ഒരു കാര്യവും ചെയ്തിട്ടില്ല. കാരണം ഈ പ്രവൃത്തികളൊക്കെ ആരോക്കെ എന്തെങ്കിലും ആവശ്യം വന്നാൽ പൈസ കൊടുക്കത്തേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒന്നും പോയി ചെയ്തിട്ടില്ല. പക്ഷേ ഈ മോളുടെ ഈ വിഷയമാണ് എൻ്റെ ഈഗോ കളയാനിടയാക്കിയത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലുകളിൽ പോയി എനിക്ക് എൻ്റെ ജീവിതം അമ്മയിലൂടെ, അമ്മയെപ്പോലെ എളിമപ്പെടുക. എനിക്ക് ആഗ്രഹങ്ങൾ, യേശുവിൻ്റെ ഇഷ്ടം എന്താണോ അങ്ങനെ ആയിത്തീരാൻ ഞാനിപ്പോൾ എന്നും പ്രയത്നിക്കുകയാണ്. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ പറയാറില്ല. ഇഷ്ടം അനുസരിച്ച് ദൈവം ആക്കി തീരട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. ഇനി എൻ്റെ മോളുടെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. അമ്മയെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം അനുദിനം 1000 അനുഗ്രഹങ്ങളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും എവിടെ ആയിരിക്കുമ്പോഴും അമ്മയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ ഒരുപാട് ധൈര്യം കിട്ടാറുണ്ട്. എല്ലാറ്റിനും അമ്മയ്ക്ക് ഒരുപാട് നന്ദി. ഞാൻ അമ്മയുടെ 2ാമത്തെ മോനാണ് അച്ഛൻ, കൃപാസനാച്ഛൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ജീവിതം ഞാൻ അമ്മയ്ക്ക് ഈ ജന്മം മുഴുവൻ എൻ്റെ മോളും ഞങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞു. ഞാൻ അച്ഛനോടുള്ള ആ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ
ഞാൻ സന്തോഷം കൊണ്ട് ഞാൻ അച്ഛനെ വരച്ചിട്ടുണ്ട്. ഞാൻ അത് കാണിക്കാം നിങ്ങളെ. ഇതാണ് ഞാൻ അച്ഛനെ വരച്ചത്. എനിക്കിത് അച്ഛന് നേരിട്ട് കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചിത്രം ഇന്ന് തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ വീണ്ടും വന്നോളാം. ഞാൻ കൂടെ ഇവിടെ വരുന്നതാണ്. ഇന്ന് മോള് കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ നിന്ന് വന്ന്, അതുകൊണ്ട് ഞങ്ങൾ വേഗം അങ്ങ് വന്നതാണ്. വ്യാഴാഴ്ചത്തെ കാര്യം മറന്നുപോയി. ഓക്കെ, നന്ദി, 1000 നന്ദി. അങ്ങയുടെ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനം 31:19 ദൈവത്തെ സ്നേഹിക്കുകയും അവനിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിരിക്കുകയാണ്. ശരിയായ സമയത്ത് അത് വെളിപ്പെടുത്തുകയും നമ്മെ ഒരിക്കലും വേർപിരിയാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. തൻ്റെ ഭക്തർക്ക് വേണ്ടി ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അനുഗ്രഹങ്ങൾക്ക് തരുവാനായിട്ട് കാത്തുവന്നിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ വിശ്വാസത്തിലും വിശ്വസ്തതേൻ്റെയും പ്രതിഫലം നൽകുന്ന ദൈവം. ഉടമ്പടി നമ്മെ ആത്മീയതയിൽ ശക്തിപ്പെടുത്തുമ്പോൾ നമ്മുടെ വിശ്വസ്തതയാണ് ദൈവം നോക്കുന്നത്. വിശ്വാസത്തോടെ കാത്തിരിക്കാൻ, ദൈവത്തിൻ്റെ സമയത്തിന് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പരിശുദ്ധ അമ്മയാണ് നമ്മെ ഓരോരുത്തരെ സഹായിക്കുന്നത്. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സംഭരിച്ചു വരിച്ചിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനായിട്ട് കൃപാസനം അമ്മയാണ് നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രമീള എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ ദൈവം സംഭരിച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി വിശ്വാസത്തോടെ കാത്തിരിക്കാം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയാണ് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും വിട്ടുകൊടുക്കാം. ഈ സഹോദരി പ്രമീള പറഞ്ഞതുപോലെ ഉടമ്പടി ചൊല്ലാനല്ല, ചെയ്യാനാണ്. ഈശോ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത് കൂടുതൽ നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും, മറ്റുള്ളവരെ അറിയാത്തവരെ അറിയിക്കുവാനും, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണതയാണ് നമ്മുടെ വിശ്വസ്തത, നമ്മുടെ സ്നേഹം. ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ സാക്ഷ്യങ്ങൾ, നമ്മുടെ ഓരോ നന്ദി പറച്ചിലുകൾ, ഓരോ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു നന്ദിയാണ്. അത് നമ്മൾ മറക്കാതെ ഉടമ്പടി ചൊല്ലാൻ മാത്രമല്ല ചെയ്യാനുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരോട് കൂടുതൽ അടുക്കുവാനും അവരോട് കൂടുതൽ കരുണയോടെ അവരെ സഹായിക്കാനുമുള്ള ആ മനസ്സാന്നിധ്യം നമുക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. നമുക്കും ആ ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. പ്രമിളയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.